സ്വന്തമല്ല. മറ്റൊരാൾ വന്നാൽ മാറിക്കൊടുക്കേണ്ട ബന്ധമേ ഉള്ളൂ പലരുടെയും ജീവിതത്തിൽ നമുക്ക്. അവസാനിച്ചു പോയ ചില ബന്ധങ്ങളെ പറഞ്ഞു തിരുത്തി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ചുരുട്ടിയെറിഞ്ഞ കടലാസ് പോലെയാണ്. എത്ര നന്നായി നിവർത്താൻ ശ്രമിച്ചാലും ചില ചുളിവുകൾ അവിടെ തന്നെ ഉണ്ടാകും. മുഖത്ത് നോക്കി സത്യം പറയുന്നവരെ നാം വെറുക്കും, എന്നാൽ ഒളിഞ്ഞിരുന്ന് കുറ്റം പറയുന്നവരെ നാം സ്നേഹിക്കും. അതാണ് ലോകം. ജീവനോടെ ഇരിക്കുമ്പോൾ മരിച്ചെന്ന് തോന്നുന്ന ചില നിമിഷങ്ങളുണ്ട്. ലൈഫിൽ നമ്മൾ ഒരുപാട് സ്നേഹിച്ചവരുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നുമല്ലെന്ന് തിരിച്ചറിയുമ്പോൾ. വിജയത്തിന്റെ തൊട്ടു മുൻപിലെത്തി എന്നറിയാതെ പരിശ്രമം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം. പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ച് സമയം പാഴാക്കാതെ അതെങ്ങനെ പരിഹരിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏതുതരം ബന്ധങ്ങളിലായാലും സന്തോഷം നഷ്ടപ്പെടുത്തുന്നതും കണ്ണു നിറയ്ക്കുന്നതും സത്യസന്ധമായി സ്നേഹിക്കുന്നവർക്ക് മാത്രമാകും. അല്ലാത്തവർ അവരുടേതായ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാകും. ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചിട്ടില്ലെങ്കിലും അഭിനയിക്കുന്നവരെ തിരിച്ചറിയാൻ പഠിക്കണം, അല്ലെങ്കിൽ തോറ്റുപോകും. നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നവർ മാത്രമേ അവസാന സമയങ്ങളിൽ നമ്മളോട് ചേർന്ന് നിൽക്കൂ. നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങളാണ് ഉത്തരവാദി. മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നിരാശയിലായിരിക്കും. വെളിച്ചമുള്ളിടത്ത് നിൽക്കാൻ എല്ലാവർക്കും കഴിയും. നിൽക്കുന്നിടത്ത് വെളിച്ചം പകരാൻ ഉള്ളിൽ ജ്വാലയുള്ളവന് മാത്രമേ സാധിക്കൂ. ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായി ഒന്നുമില്ല. ഏറ്റവും നല്ല ശീലങ്ങളിൽ ഒന്നാണ് ക്ഷമ. ജീവിതത്തിൽ ക്ഷമിക്കുന്നവരെ കണ്ടാൽ അവർ ഭീരുക്കളാണ് എന്ന് കരുതരുത്. ക്ഷമിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങളെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല. നല്ല ഓർമ്മകളും നല്ല ചിന്തകളും സന്തോഷവും സ്നേഹവും ഒക്കെ സൂക്ഷിച്ചു വയ്ക്കാനുള്ള പളുങ്ക് പാത്രമാണ് നമ്മുടെ മനസ്സ്. അസൂയയും ദേഷ്യവും വെറുപ്പും സൂക്ഷിക്കാനുള്ള ചവറ്റുകൊട്ടയല്ല. സ്നേഹം ഒരു വാക്കല്ല, അതൊരു അനുഭവമാണ്. മറ്റൊരാൾക്കും പ്രതിഫലമില്ലാത്ത, മറ്റൊരാൾക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം. കളവു പറയുന്ന സ്ത്രീകളെ സൂക്ഷിക്കുക. അവരുമായുള്ള സൗഹൃദം സ്വയം കുഴിയിൽ ചാടുന്നതിന് തുല്യമാണ്. സുന്ദരമായി പറ്റിക്കപ്പെടും എന്നറിയുമ്പോഴും പരിഭവങ്ങളില്ലാതെ പുഞ്ചിരിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ വിജയം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.